ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2018 ഇറങ്ങിയ ഡൈനോസർ മൂവിയാണ് ജേർണി ടു ഫയർ മൂൺ. ഈ ഓടുന്നതാണ് ഈ മൂവിയിലെ നായകൻ. നമുക്കിവനെ ടർബോ എന്ന് വിളിക്കാം. ഇവനെ ചേസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഡൈനോസർ ഓടുന്നത്. കാരണം ഇവൻ അവരെ വെറുതെ പോയി ചൊറയാക്കി. വീണു. ഇപ്പോൾ ഇവനെ ഇത് ആക്രമിക്കാൻ വരുമ്പോഴാണ് ഇവനെ രക്ഷിക്കാൻ ഇവൻ്റെ അച്ഛൻ വന്നത്. ഇതിനെ നിങ്ങൾക്കറിയാം, ഇതാണ് സ്പെക്കിൾസ്. സ്പെക്കിൾസിൻ്റെ ഒരു മൂവി വേറെ തന്നെയുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. വേട്ടയാട് അറിയാതെ വേട്ടയ്ക്ക് പോയതിന് സ്പെക്കിൾസ് തൻ്റെ മകൾ ടർബോയെ കുറെ ചീത്ത പറഞ്ഞു. അടുത്ത സീൻ നമുക്ക് കാണുന്നത് സ്പെക്കിൾസ് തൻ്റെ മകനോട് പറയുവാണ്, ഈ കാണുന്നത് മൊത്തം നിനക്കുള്ളതാണ്. നിനക്ക് നാളെ നല്ലൊരു രാജാവാണെങ്കിൽ നീ ഇങ്ങനെ നോയാൽ പോരാ, നിനക്ക് ഞാനെല്ലാം പഠിപ്പിച്ചു തരാം. അങ്ങനെ അവർ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ അവരുടെ കുറച്ച് ഡൈനോസേഴ്സിനെ കണ്ടു. അത് ട്രൈസറ ടോപ്പുകളാണ്. സ്പെക്കിൾസ് അതിനെ ഹണ്ട് ചെയ്യാൻ ടർബോക്ക് കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണെന്ന്. സ്പെക്കിൾസ് അവനോട് പറഞ്ഞു, ഈ ഡൈനോസറുടെ മറുവശത്ത് പോയി നിൽക്കൂ, ഞാൻ ഇവിടുന്ന് അവരെ അങ്ങോട്ടാകാം. ടർബോ അങ്ങനെ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കാണെങ്കിലോ ട്രൈസറ ടോപ്പുകൾ മൊത്തം ടർബോയുടെ മേത്ത് കൂടി പോയി. ടർബോ അതിനെ പിടിക്കൂ. നമ്മളപ്പോൾ അവൻ ടർബോന്നില്ല, അതിനെ കണ്ട് പേടിച്ചിട്ട് അതിൻ്റെ കുത്തും കിട്ടിയ വെള്ളത്തിൽ പോവുകയാണ്. അങ്ങനെ അവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന പോലെ, പക്ഷേ ആ വെള്ളത്തിൽ ആഴം ഉണ്ടായിരുന്നില്ല. ടർബോ അഭിനയിക്കാവുന്ന വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന പോലെ. അങ്ങനെ സ്പെക്കിൾസിന് മനസ്സിലാവുകയാണ് ഈ വെള്ളത്തിന് ആഴമില്ല. ടർബോ വെറുതെ പേടിക്കുകയാണ്. അവനോട് പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും ആയാൻ പോരെ, നീ ഒരു വലിയ രാജാവേണ്ടതാണ്. സ്പെക്കിൾസും ടർബോ പോകുന്നത് അങ്ങനെ കുറേ വെലാസറാപ്റ്ററുകൾ കാണുകയാണ്. അവർ ടർബോയെ പിടിക്കാനായിരുന്നു വന്നത്. നമുക്ക് ടർബോയാണ് കാണിക്കുന്നത്. അവൻ ഓർക്കുകയാണ് അവൻ്റെ അമ്മ എങ്ങനെ നഷ്ടപ്പെട്ടത്. ഇതിൻ്റെ മൂവി ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം ഫസ്റ്റ് മൂവി കണ്ടിട്ട് മതി ഇത് കണ്ട. ഇവൻ്റെ അമ്മ എങ്ങനെ നഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ടർബോ ആദ്യം ഒരു കടലിൽ വീഴുകയാണ്. സ്പെക്കിൾസ് എന്നിട്ട് അവനെ രക്ഷിക്കുന്നതാണ്. എൻ്റെ അമ്മ ഭക്ഷണം കിട്ടാണ്ടായിരുന്നു മരിച്ചത്. അടുത്ത സീനിൽ നമുക്ക് ഇങ്ങനെ കാണുന്നത് ടർബോ ഒരു പുതിയ ഹണ്ടിന് പോകാൻ. അവനൊരു ഡൈനോസറിനെ കണ്ടു. അതിന് മേലേക്ക് അവൻ ചാടി, പക്ഷെ അവനക്ക് അതിനെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ അവൻ അതിനെ കടിക്കാൻ പോകുമ്പോൾ അവൻ അവിടെ വീണുപോയാണ്. അവൻ വീണപ്പോൾ കുറേ വെലാക്സറാപ്റ്ററുകൾ വന്ന് അവനെ പിടിക്കുകയാണ്. ഇത് കണ്ട സ്പെക്കിൾസ് അവരുടെ നേരെ ഓടിയെടുക്കുകയാണ്. അവർ അപ്പോഴേക്കും ടർബോയെ മേൽ കയറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. സ്പെക്കിൾസ് അവരുടെ പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും അവർക്ക് വെലാസറാപ്റ്ററിന് അത്രയും സ്പീഡിൽ ഓടാൻ കഴിഞ്ഞില്ല. അവർ അങ്ങനെ ഓടി ഓടി ഒരു വലിയ പാലത്തിൻ്റെ അടുത്ത് എത്തുകയാണ്. ടർബോ ഉണ്ടല്ലോ അച്ഛാന്നിങ്ങനെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവനക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ അടുക്ക് സ്പെക്കിൾസിനെ ആക്രമിക്കാറുണ്ട് വെലാസറാപ്റ്ററുകൾ വരികയാണ്. അവർ സ്പെക്കിൾസ് പോരാടി അവർ സ്പെക്കിൾസ് ലാസ്റ്റ് കടലിലേക്ക് വീണു പോവുകയാണ് ചെയ്യുന്നത്. ടർബോ ഇത് കണ്ട് അല്ലറി വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് സ്പെക്കിൾസിന് ബോധം വന്നത്. അവൻ നീന്തി അക്കരെ വരികയാണ്. എന്നിട്ട് അവൻ മുകളിൽ കയറി ശ്വാസം കിട്ടാതെ കിടക്കുകയാണ്. അടുത്ത സീൻ നമ്മൾ കാണുന്നത് സ്പെക്കിൾസ് ടർബോയുടെ മണം പിടിക്കാൻ നോക്കുകയാണ്. പക്ഷെ അവർക്ക് എങ്ങനെയും മണം കിട്ടുന്നില്ല, മഴ പെയ്തത് കാരണം. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് എവിടെയാണെന്നറിയാതെ ടർബോ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതാണ്. അവൻ എണീച്ച് ചുറ്റും നോക്കുമ്പോൾ അവൻ ഇതുവരെ കാണാത്ത സ്ഥലം. അവൻ അത്ഭുതപ്പെടുകയാണ്. അവനവിടെ കുറേ ഡൈനോസറുകൾ കാണുകയാണ്. അവനെ പോലെ തന്നെ അവരെല്ലാം അവൻ്റെ ചുറ്റിലും വളഞ്ഞു കൂടി നിൽക്കുകയാണ്. ടർബോ ഇതെല്ലാം കണ്ട് ഭയപ്പെടുകയാണ്. അതിൽ നിന്ന് ഒരു ബ്ലൂ എന്ന് പറയുന്ന ഡൈനോസർ എന്നിട്ട് അവനെ കുറേ പേടിപ്പിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അവൻ്റെ മേൽ ആക്രമിക്കാൻ കയറുകയാണ്. അവൻ അപ്പോൾ തന്നെ പേടിച്ച് നിലത്ത് വീഴുകയാണ്. അപ്പോഴാണ് നമ്മൾ കഥാനായികയായിട്ടുള്ള ഗ്രേ അവിടെ വന്ന് ടർബോയെ രക്ഷിക്കുന്നത്. അവരോട് എന്താ പറയുക, ഇവൻ പുതിയതാണ്, ഇവനെ ആക്രമിക്കാൻ പാടില്ല. അങ്ങനെ അവിടെ ബ്ലൂവും ഗ്രേയും ഒരു ഗംഭീര ഫൈറ്റ് നടക്കാം. അത് തടയാൻ വേണ്ടി കാർണറ്റോറസ് ബ്ലൂവിനോട് പറയാണ്, ഇനി ഫൈറ്റ് ഒന്നും വേണ്ട, എല്ലാവരുടെ ഇതിൽ കയറി കേൾക്കുക. ഇവിടെ എല്ലാവർക്കും കാർണറ്റോസ് പറയുന്നതാണ് കേൾക്കുക, കാരണം അവനാണ് കൂട്ടത്തിൽ വലുത്. അങ്ങനെ അവിടെ എല്ലാവരും തിരിച്ചു പോവുകയാണ്. എന്നിട്ട് ബ്ലൂ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇത് ടർബോ പറയാണ്, എനിക്കറിയില്ല, കുറേ വെലാസറാപ്റ്ററുകൾ എന്നെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നതാണ്. ഇപ്പോൾ നമ്മൾ അവിടെ ഒരു കാല് കാണും. അന്നേരം ബ്ലൂ വന്ന് ഇവനെ
കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ വെലോസിറാപ്റ്ററുകൾ ഇവരെല്ലാം ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ടിരിക്കുകയാണ്.